Once again, I welcome all to the new video of CTS Dravidian. So, in this class, we are going to learn about the ancient history. So, as we know that the history part is divided into three parts, like the ancient, medieval, and the modern. So, the part, the ancient, which has some of the such topics which it carrying, like the prehistoric of India and Stone Age, is the main part over there. After that, we will cover the Indus Valley civilization. Then after the Aryan and the Vedic period. So the first topic here for these in the ancient history is the prehistorical Indian Stone Age. So the human evolution is begin from its 10,000 BCE time era. So some of our text we also very usually about this picture we see in the textbooks. It shows that the human evolution from a chimpanzee-like structure from a proper intelligent person. സോ അതുകൊണ്ട് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാറ്റം വന്നെങ്ങനെയാണ് ഒരു എവല്യൂഷൻ ഒരു ചേഞ്ച് ആണത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം ടെക്ടോണിക് ആൻഡ് ദ ജിയോഗ്രഫിക്കൽ ചേഞ്ചസ് വെയർ ഗോയിങ് ഓൺ, സോ ഡസ് ദ ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഡോപ്റ്റിംഗ് ദി ചേഞ്ചസ് ആൻഡ് എവല്യൂഷൻ. അപ്പോൾ നമുക്കറിയാം ടെക്ടോണിക് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ജുറാസിക് എറയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ജുറാസിക് സിനിമ കാണുന്ന പോലെ തന്നെ എന്ന് വെച്ചാൽ ആ സമയത്തായിരുന്നു ഡിനോസറിൻ്റെ ഒരു കിങ്ഡം ടൈപ്പുള്ളൊരു ആധിപത്യം ഉള്ള സമയം. ആ സമയത്ത് കൂടുതലും നമ്മുടെ പ്ലാനറ്റിൽ ഹ്യൂമൻ ബീയിൻ്റെ നമുക്കൊരു എവിഡൻസും ഇല്ല. ആ സമയത്ത് കൂടുതലും കാണുന്നത് ഡിനോസർ ടൈപ്പുള്ള ആനിമൽസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു കോഴിയും ഒരു ഡിനോസറേയും കമ്പയർ ചെയ്യുമ്പം അതിന് സെയിം സ്ട്രക്ചറായിരിക്കും രണ്ടിനും വരുന്നത്. അപ്പം സയൻറ്റിസ്റ്റ് ഇപ്പോഴും പറഞ്ഞത് ഈ നമ്മൾ കാണുന്ന കോഴിയിലും ചെറിയതായിട്ട് ഒരു മാച്ചിങ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഡിനോസറിൻ്റെ. അപ്പം എന്താണ് ടെക്ടോണിക്? നമുക്കറിയാം നമ്മുടെ എർത്ത് ഡിവൈഡ് ആകുന്ന 3 പാർട്സിലാണ്. ഏതൊക്കെയാണ് പാർട്ട്? ആദ്യം വരുന്നതാണ് മെൻ്റൽ, നമ്മുടെ മിഡിലിൽ വരുന്നത്. നമ്മൾ മേളിൽ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഫീൽഡിൽ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഗ്രൗണ്ടിൻ്റെ താഴെ പോവുകയാണെങ്കിൽ താഴേന്ന് താപ്പോട്ട് പോകുമ്പോൾ ഫസ്റ്റ് വരുന്നതാണ് ക്രസ്റ്റ്, പിന്നെ മെൻ്റൽ, പിന്നെ കോർ വരുന്നത്. അപ്പം ഈ ക്രസ്റ്റ് വരുന്ന ഭാഗത്ത് താഴെ മെൻ്റലിൻ്റെ ആ ഭാഗത്ത് മെൻ്റലിൽ നിന്ന് താപ്പോട്ട് കോറുണ്ട്. അപ്പം ഈ കോറിൽ നിന്ന് മേപ്പോട്ട് വരുമ്പം അവിടെ കുറച്ച് കൂടുതൽ ഹൈ വിസ്കോസിറ്റി ഉള്ള കുറേ മാഗ്മയുണ്ട്. എന്ന് വെച്ചാൽ ഹൈലി പ്രഷറായിട്ടുള്ള കുറച്ച് ലിക്വിഡ് ഫോം ആയിട്ടുള്ള ഒരു ലാവയുണ്ട്. അപ്പം ഈ ലാവ ഭയങ്കര ഹീറ്റാണ്. അപ്പം നമ്മുടെ ഈ എർത്തിൻ്റെ വെയിറ്റ് കൂടുതലും പക്ഷെ നമ്മളിപ്പം ബിൽഡിങ് കെട്ടുന്നു, അതുപോലെ തന്നെ പല സംഭവമുണ്ട്. വെച്ചാൽ നമ്മൾ ഡാം, അതുപോലെ തന്നെ വെള്ളം, ഇതെല്ലാം ഒരു സിംഗിൾ നമ്മുടെ എർത്തിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെയാണ് ഇതെല്ലാം കംപ്രസ് ആവുന്നത്. അപ്പോൾ ആ വെയിറ്റ് കൂടുമ്പം നമ്മുടെ ലാൻഡ് മാസിന് ചെറിയ ഇഷ്യൂ വരും. അപ്പോൾ ടെക്ടോണിക് എന്ന് വെച്ചാൽ അത് നമ്മുടെ എർത്തിൻ്റെ ലാൻഡ് മാസ് തമ്മിൽ ഡിവൈഡ് ആവും. നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ന്യൂസിനകത്ത് അതുപോലെ ആഫ്രിക്കയിൽ അവരെ ലാൻഡ് മാസ് ഡിവൈഡ് ആവുന്നു. എന്ന് വെച്ചാൽ അവരെ ഏരിയ എന്ന് വെച്ചാൽ അവരെ ലാൻഡ് ഡിവൈഡ് ആവുക എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് കട്ടായി പോകുന്നു, അവരുടെ ഫീൽഡ് കട്ടായി പോകുന്നു. അപ്പോൾ അത് കാരണം എന്താ? ടെക്ടോണിക്കിന് മൂവ്മെൻറ്റ് കാരണമാണത്. എന്ന് വെച്ചാൽ അഥവാ ഇതിലൊരു ലാൻഡ് മാസ് തമ്മിൽ ഡിവൈഡ് ആവുകയാണെങ്കിൽ നമുക്ക് ടെക്ടോണിക്കിൻ്റെ ഇഷ്യൂ എന്ന് പറയാം. അപ്പോൾ ഇത് കാരണമാണ് നമ്മുടെ എർത്ത് ഡിവൈഡ് ആവുന്നത്. നമുക്കറിയാം ഫസ്റ്റ് നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ ആദ്യം ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മാപ്പുണ്ട്. അപ്പോൾ ഈ മാപ്പിൽ കാണുക എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ആയത്. അപ്പം നമുക്ക് ഫസ്റ്റ് വരേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഈ ടെക്ടോണിക് തിയറി പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മളെല്ലാം ഇപ്പം കാണുന്ന പല കോണ്ടിനെൻറ്റും നേരത്തെ ഒറ്റ ഒരെണ്ണമായിരുന്നു. അതിന് പറഞ്ഞ പേരാണ് പെൻജിയ എന്ന് പറയും. നമ്മുടെ നേരത്തെ ഇപ്പം നമ്മുടെ കോണ്ടിനെൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഏഷ്യ, യൂറോപ്പ്, അങ്ങനെ പല നമുക്ക് കോണ്ടിനെൻ്റ് ഉണ്ട്. അപ്പോൾ ആ കോണ്ടിനെൻ്റ് എല്ലാം പണ്ട് ഒറ്റ ഒരെണ്ണമായിരുന്നു, അതാണ് പെൻജിയ. അപ്പം ഒരു 2 to 5 million year ago ഈ പെൻജിയ ഡിവൈഡ് ആകാൻ തുടങ്ങി. അപ്പം ഡിവൈഡ് ആവാൻ കാരണം എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു. പ്രഷർ കൂടുതൽ ഇമ്പാക്റ്റ് ആകുമ്പോൾ ടെക്ടോണിക് പ്ലേറ്റ് മൂവ് ആവും, അതുകൊണ്ട് ഇത് ഡിവൈഡ് ആകും. അങ്ങനെയാണ് നമ്മുടെ പെൻജിയ ഡിവൈഡ് ആകുന്നത്. അപ്പം പെൻജിയ ഡിവൈഡ് ആകുമ്പം നമ്മുടെ
ഗോദാവൻ ലാൻഡിൽ നിന്ന് പ്രത്യേക ഒരു ഭാഗം ഡിവൈഡായി. ഈ ഒറ്റ ബെഞ്ച് 2 രീതി ഡിവൈഡായി. ഒന്ന് ഗോദാവൻ ലാൻഡ്, ഒന്ന് യുറേഷ്യ ലാൻഡ്. അങ്ങനെ പിന്നെ അങ്ങനെ പയ്യെ പിന്നെ നമ്മുടെ എർത്തിൽ ഇപ്പം നമ്മുടെ ഇന്ത്യ നമ്മുടെ ഗോദാവൻ ലാൻഡിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്ത്യ ഗോദാവൻ ലാൻഡിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്ന് പയ്യെ ഇപ്പോഴത്തെ ഗോദാവൻ ലാൻഡ് കൂടുതലും അമേരിക്ക ടൈപ്പ് ഉള്ളൊരു ലാൻഡ് മാസാണ്. നമ്മുടെ ഇന്ത്യ ഈ ഗോദാവൻ ലാൻഡിൽ നിന്ന് പയ്യെ വിട്ടുവിട്ട് പോകുമായിരുന്നു. അങ്ങനെ വിട്ട് പോയി നേരെ ഇടിക്കുന്നത് യുറേഷ്യ പ്ലേറ്റിലാണ്. അങ്ങനെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ ആസാം, ത്രിപുര, അതുപോലെ തന്നെ ടിബറ്റൻ ടൈപ്പുള്ള, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാശ്മീരിൻ്റെ നോർത്തേൺ ഈസ്റ്റേൺ കാശ്മീർ നോക്കുവാണെങ്കിലും, അതുപോലെ ഉത്തരാഖണ്ഡ്, അതുപോലെ ഹിമാചൽ ഒക്കെ നമ്മൾ ആ നോർത്ത് ഈസ്റ്റ് കവർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ ഭാഗത്ത് കൂടുതലും ബൗണ്ടറി നോക്കുമ്പം ആ ഭാഗത്ത് കൂടുതൽ എന്താണ് ഫോർമേഷൻ ഓഫ് മൗണ്ടൻ വെരി ഹൈ ആണ്. ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് the both the continent like the Eurasia and the Indian plate, they both strike in a very huge force, so that make the both of the continent to be very huge. അപ്പം ആ സ്ട്രൈക്ക് കാരണം അവിടെ ഒരു മൗണ്ടൈൻ്റെ ഫോർമേഷൻ വരും. അപ്പം അവിടെ ഭയങ്കര ഏരിയ കുറവാണ്. അവർക്ക് ആ ഫോഴ്സ് ഇടിച്ച് കഴിഞ്ഞിട്ട് ആ എനർജി ലോസ് ചെയ്യാനുള്ള അവർക്ക് അവർ തമ്മിൽ യുറേഷ്യ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ ഇടിക്കുമ്പം അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ആവും. അപ്പോൾ ആ ഫോഴ്സ് അവർക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ അവർക്കൊരു മാർഗ്ഗം അവർക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ വരുന്ന യുറേഷ്യയിലെയും ഇന്ത്യയിലെയും പ്ലേറ്റ് ഇടിക്കുമ്പം അവർ പൊങ്ങി അവർ ഹൈറ്റ് കൂടും. അപ്പോൾ അങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് മൗണ്ടൈൻ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഭാഗം വരുന്ന ഏരിയയിൽ ഒരിക്കലും വോൾക്കാനിയത്തിൻ്റെ സാധ്യത കാണാറില്ല. എന്നുവെച്ചാൽ ഒരു വോൾക്കാനിയം ഫോർമേഷൻ നമുക്കറിയാം, വോൾക്കാനിയം കൂടുതലും ഫോർമേഷൻ ചെയ്യുന്നത് ഒരു മൗണ്ടൈനിലാണ്. നമുക്കറിയാം പല ഭാഗം ആൻഡമാൻ നിക്കോബാറിൽ പോകണമെങ്കിൽ അവിടെയും വോൾക്കാനിയം ഉണ്ട്. പല ഏരിയയിൽ നമ്മൾ പോകണം അവിടെ വോൾക്കാനിയം. വോൾക്കാനിയം കാണുന്നത് നമ്മളെപ്പോഴും കാണുന്നത് വോൾക്കാനിയം എപ്പോഴും ഒരു മല മുകളിലാണ്. പക്ഷേ ഒരിക്കലും നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള മലയിൽ ഒരിക്കലും ഒരു വോൾക്കാനിയത്തിൻ്റെയും സിംറ്റം കാണത്തില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു വോൾക്കാനിയം മൗണ്ടൻ ആവാൻ ചെറിയൊരു ഫോർമേഷൻ ഒരു ഫോമാറ്റുണ്ട്. എന്താണ് ആ ഫോമാറ്റ്? ഒരു വോൾക്കാനിയം ഉണ്ടാവുന്ന മൗണ്ടൈനിൽ കോണ്ടിനെൻറ്റും പറ്റത്തില്ല. അതിനെപ്പോഴും ഒരു കോണ്ടിനെൻറ്റിൻ്റെ ഒരു ക്രസ്റ്റും അതുപോലെ തന്നെ ഒരു ഓഷ്യൻ ക്രസ്റ്റും വേണം. ഒരു ഓഷ്യൻ ക്രസ്റ്റും ഒരു കോണ്ടിനെൻ്റ് ക്രസ്റ്റും തമ്മിൽ ഇടിക്കുമ്പോഴാണ് വോൾക്കാനിയം ഫോർമേഷൻ ടൈപ്പുള്ളൊരു മൗണ്ടൻ ഫോർമേഷനായി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മെയിൻ ടോപ്പിക്കായുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോണാണ്. അപ്പം ഈ സ്റ്റോണേജിൽ കുറച്ച് ടൈം പീരീഡിൽ അവർ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേരുകൾ. അപ്പോൾ അതെന്തൊക്കെയാണ്? അതാണ് പാലോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ലിത്തിക് എന്ന് വെച്ചാൽ LITHIC? ലിത്തിക് എന്ന് വെച്ചാൽ അതിനെ പറഞ്ഞാണ് സ്റ്റോണിൻ്റെ ഒരു വേറെ പേരാണ് ലിത്തിക് എന്ന് പറഞ്ഞാൽ നമ്മൾ. ഓക്കെ, അപ്പം ഈ ഞാൻ പറഞ്ഞില്ലായിരുന്നു വെള്ളം അത് ആ സ്നോ മെൽറ്റായി കഴിഞ്ഞിട്ട് വരുന്ന ആ വെള്ളം അതൊരു ഏരിയയിൽ പോയി അതെല്ലാം കളക്റ്റ് ആവും. അപ്പോൾ ഈ കളക്റ്റ് ആവുന്ന വെള്ളം അവിടെ പയ്യെ ഒരു അക്വാട്ടിക് ടൈപ്പുള്ള ലിവിങ് ബീങ്സിൻ്റെ സ്റ്റാർട്ടിങ് ആവും. എന്ന് വെച്ചാൽ ഫിഷ്, ഫ്രോഗ്. അപ്പം അതൊക്കെ പയ്യെ ഒരു വലിയ ആ സമയത്ത് ഒരു ചേഞ്ച് ആയിരുന്നത്. അപ്പം ഈ പാലോലിത്തിക് ഏജ് വരുന്നതാണ് ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും. എന്ന് വെച്ചാൽ ഹണ്ടിങ് വെച്ചാൽ വേട്ടയ്ക്ക് പോവുക, അതുപോലെ തന്നെ ഗ്യാതറിങ് ടൈപ്പ് വെച്ചാൽ വേട്ടയ്ക്ക് ചെയ്യുന്ന സംഭവം അവർ കളക്ട് ചെയ്യുവാണ്. അപ്പം അവരുടെ ഈ പാലോലിത്തിക് ഏജിലും മെസോലിത്തിക് ഏജിലും അവരുടെ മെയിൻ ടൂൾ വെച്ചാൽ വെപ്പൺ എന്ന് വെച്ചാൽ അത് സ്റ്റോണാണ്. അപ്പം ഈ മൂന്ന് ഏജിലും അപ്ഗ്രഡേഷൻ ഓഫ് സ്റ്റോൺ ആണ് മെയിൻ ഇവിടുത്തെ പോയിൻ്റ്. എങ്ങനെയാണ് ഒരു സ്റ്റോണിനെ ഇത്രയും ഷാർപ്പാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഇത് പാലോലിത്തിക് ഏജും മെസോലിത്തിക് ഏജും രണ്ടും സെയിം തന്നെയാണ്.
കുറച്ച് ചേഞ്ച് വന്നതേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അടുത്തയാണ് നമ്മുടെ നിയോലിത്തിക് ഏജ് വരുന്നത്. അതിൽ വരുന്നതാണ് ഹണ്ടിങ്, ഗ്യാതറിങ്, പിന്നെ പ്രൊഡക്ഷൻ. ഇവിടെ ഒരു മാറ്റമുണ്ട്, പ്രൊഡക്ഷനുണ്ട്. എന്നുവെച്ചാൽ അവർ കുറച്ച് പയ്യെ അവർ അഗ്രികൾച്ചറൽ ബേസ് അവർ കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട്. അവർ സ്വയം പ്ലാന്റ് ആ സമയത്താണ് കൂടുതലും ഈ ഗ്രാസിൻ്റെ ഫോർമേഷൻ കൂടിയത്. അപ്പം പിന്നെ അവർ നിയോലിത്തിക് ഏജിൽ എന്താ, അവർ കൂടുതലും ഡൊമസ്റ്റിക് ആവാൻ നോക്കി ആനിമൽസിനെ. എന്ന് വെച്ചാൽ അവർ കൂടുതലും ബുൾ, കൗ, അതുപോലെ ഡോഗ്സ്, വൈൽഡ് ഡോഗിന് അവർ കൂടുതലും അവരെ ഡൊമസ്റ്റിക് ആക്കാൻ നോക്കി അവരെയൊക്കെ. അപ്പം അവരെ കൂടെ നിൽക്കുമ്പോൾ അവർ ആ ആനിമൽസിൻ്റെ അവർക്ക് യൂസ്ഫുൾ ആവും അഗ്രികൾച്ചറിലൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കുറച്ചുകൂടെ ബ്രീഫായിട്ട് നോക്കുകയാണെങ്കിൽ പാലിയോലിത്തിക് ഏജ് വരുന്നത് അതൊരു 10,000 BC വരുന്നതാണ്. അവരുടെ മെയിൻ ടൂൾ വരുന്നതൊക്കെ സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺസ്. ബോൺ വെച്ചാൽ നമ്മുടെ ആനിമലിൻ്റെ ബോൺസ് ആണത്. അതുകൊണ്ട് അവർ വെപ്പൺ ഉണ്ടാക്കുമായിരുന്നു, ഷാർപ്പ് ഫുൾ വെപ്പൺ ടൈപ്പൊക്കെ. അതുപോലെ അവർ മാല ഉണ്ടാക്കുമായിരുന്നു. സോ മെയിൻലി ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്, വൈൽഡ് ആനിമൽസ്, ഫിഷിങ് ആൻഡ് ബേർഡ്സ്, ഫ്രൂട്ട്സ്, എക്സ് നട്ട്സ്, സീഡ്സ്, ലീവ്സ്. പിന്നെ അതുപോലെ റെഡ് ആൻഡ് വൈറ്റ് കളർ പെയിൻറ്റിങ്. എന്നുവെച്ചാൽ ആ സമയത്ത് ഒരു ചുമപ്പും അതുപോലെ വൈറ്റ് ടൈപ്പുള്ള കളർ പെയിൻറ്റിങ് അവർ കണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു നോളജ് കിട്ടി, കളർ മിക്സ് ചെയ്യാനുള്ള ഒരു നോളജ് അവർക്ക് കിട്ടിയ സമയത്തൊക്കെ അവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പയ്യെ ഈ സ്റ്റോണിൻ്റെ ഫോർമേഷൻ മാറി. അതുപോലെ തന്നെ ആ സമയത്ത് കുറച്ച് ചൂട് പയ്യെ നമ്മുടെ എർത്തിൽ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒരു നല്ല സിംറ്റം ആയിരുന്നു ആ സമയത്ത്. എന്ന് വെച്ചാൽ അപ്പം ഹ്യൂമൻ്റെ കുറച്ചൊരു കൂടുതൽ കിട്ടി അവർക്ക്. അങ്ങനെയൊക്കെ കണ്ടില്ലേ, ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലേ, ഐസ് മെൽറ്റ്സ്, റിവർ ഫ്ലോ ഇൻക്രീസ്, അക്വാറ്റിക് ലൈഫ് ഇൻക്രീസ്, ഫിഷറീസ് ഗ്രോത്ത്. അപ്പോൾ അതൊക്കെ അവർക്കൊരു അതുപോലെ ഗ്രീൻ ബെയറിങ് വീറ്റ്, ബാർലി, റൈസ്, ഇതൊക്കെ ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്ന സമയത്ത്. പിന്നെ ചാക്കോലിത്തിക് ഏജിലായിരുന്നു, ഇത് ലാസ്റ്റ് ഏജാണ് ഇവരെ. അപ്പം ഈ ചാക്കോലിത്തിക് ഏജ് വരുന്നതായിരുന്നു കോപ്പറിൻ്റെ ഒരു ആ സമയത്ത് കണ്ടുപിടുത്തം, കോപ്പറിൻ്റെ. അപ്പം നമ്മുടെ ഈ മൊത്തം വെച്ചാൽ നമ്മുടെ ഈ ലോകത്ത് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന മെറ്റലായിരുന്നു കോപ്പർ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ പ്രീ ഹിസ്റ്റോറിക്കൽ ഏജിൻ്റെ സ്റ്റോൺ ഏജിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സ്റ്റോൺ ഏജിൽ ലാസ്റ്റ് ഒരു ഏജായിരുന്നു ചാക്കോലിത്തിക്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ചാക്കോലിത്തിക് വരുന്നതിനകത്ത് കോപ്പറായിരുന്നു ആദ്യം കാണുന്ന ഒരു മെറ്റീരിയൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ IBC ഉണ്ടായിരുന്നു. ഈ സ്റ്റോണേജ് കഴിഞ്ഞ് വന്ന ഒരു ഭാഗമായിരുന്നു ഇന്ത്യയിൽ ആണ് IBC, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതിലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ബ്രോൺസ് കാണുന്നത്, ബ്രോൺസ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു പീരീഡായിരുന്നു ആര്യൻസും പിന്നെ വേദിക് ഏജ്. അതിലാണ് നമ്മൾ ആദ്യമായിട്ട് അയറൻ്റെ കൂടുതൽ നമ്മൾ കാണുന്നത്, അയറൻ്റെ ഒരു ഡിസ്കവറി നമ്മൾ കാണുന്നത്. ആ സമയത്തായിരുന്നു കൂടുതലും ഫൈറ്റൊക്കെ നമ്മൾ കണ്ടതൊക്കെ. ഓക്കെ, പിന്നെ ഇതിൽ കുറച്ച് മാപ്പുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്, എന്തൊക്കെയായിരുന്നു, എവിടെയൊക്കെയാണ് ഇവരുടെ മെയിൻ ഇവർ കണ്ടത്, വെച്ചാൽ ഈ ഏതൊക്കെ ടൈപ്പ് ഇതിലായിരുന്നു അവർ എന്തൊക്കെ കണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊത്തം 1, 2, 3, 4, 5 മൊത്തം 5 ഏജ് ഉണ്ട്. മൊത്തം പാലോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, പിന്നെ ചാക്കോലിത്തിക്, പിന്നെ മെഗാലിത്തിക്. ഇപ്പോൾ നമ്മൾ ഈ വർഷം മാർച്ചിലായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു ന്യൂസ് വന്നതുപോലെ, എനിക്കൊന്ന് മലപ്പുറം ഭാഗത്ത് എവിടെയായിരുന്നു അതുപോലെ കുറച്ചൊരു മെഗാലിത്തിക് ഏജിൻ്റെ ഒരു സംഭവം കണ്ടെന്ന് പറഞ്ഞു. കുറച്ച് സ്റ്റോൺസും പിന്നെ അവരെ കുറച്ച് പോട്ട്, വലിയ പോട്ടുണ്ടല്ലോ, ഭരണി പോലുള്ള പോട്ട് അവർ ഇപ്പം ഇടയിൽ കണ്ടായിരുന്നു. അപ്പം അവർക്കിങ്ങനെ മനസ്സിലാവും ഇത് ആ സമയത്തെയാണ്. അപ്പം നമ്മൾ ഒരു പഴയ സ്റ്റോണിൻ്റെ പഴയ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ കുഴിക്കുകയെന്ന് വെച്ചാൽ കുഴിക്കുമ്പം നിങ്ങൾ ഡിഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതിന് ഒരു 50 വർഷം പഴയതായിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര പഴയതായിരുന്നു അത്. അപ്പം കാർബൺ ഡേറ്റിംഗ് ഒരു മെയിൻ ഒരു സംഭവമാണ് ഇതിനകത്ത്, നമുക്ക് അതിൻ്റെ ഏജ് മനസ്സിലാക്കാനുള്ള സംഭവം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. കണ്ടില്ലേ, ASI എന്ന് വെച്ചാൽ നമ്മുടെ ആർക്കിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ASI. അപ്പോൾ അവർ കണ്ടാണ് ഇതുപോലെ മലമ്പുഴയിൽ ഡാമിൻ്റെ ഭാഗത്ത് കണ്ടില്ലേ
മെഗാലിത്തിക് സ്ട്രക്ചർ. ഈ മെഗാലിത്തിക്കാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോണേജിലെ ഒരു ഭാഗമാണിത്. ഓക്കെ, കണ്ടില്ല, അവർ കണ്ടത് എന്തൊക്കെയായിരുന്നു? ആണ് സച്ച് ചാമ്പർ വെയർ കോമൺ ഡ്യൂറിങ് നിയോലിത്തിക് ആൻഡ് ബ്രോൺസ് ഏജ്. കണ്ടില്ല, അപ്പം ലാസ്റ്റ് ടൈപ്പിലായിരുന്നു ബ്രോൺസ് ഏജിന് സ്റ്റാർട്ടിങ്. ഓക്കെ, സോ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയത്. സോ ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് IVC, ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ ഇത് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കായിരിക്കും. ഇത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ കവറപ്പാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതുവരെയുള്ള ചെയ്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ മാക്സിമം ഞാനൊരു PYQ ടൈപ്പുള്ള സീരീസ് ഞാൻ ഇറക്കുന്നുണ്ട്. ഈ ഏൻഷ്യൻ ഹിസ്റ്ററി മൊത്തം കഴിയുമ്പോൾ ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം ഏൻഷ്യൻ ഹിസ്റ്ററി മൊത്തം കവർ ചെയ്യും. അപ്പം ഏൻഷ്യൻ ഹിസ്റ്ററി വരുന്നതാണ് നമ്മുടെ ഇപ്പം ഞാൻ പഠിപ്പിച്ച സ്റ്റോണേജ്, അതുപോലെ തന്നെ IVC. പക്ഷേ സ്റ്റോണേജിലെ ക്വസ്റ്റ്യൻ കൂടിപ്പോയ ഒരു 2-3 അതിൽ കൂടുതൽ ചോദിക്കത്തില്ല. വെച്ചാൽ ഇൻഡസ് വാലിയാണ് മെയിൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പം നമുക്ക് ഏൻഷ്യൻ ഹിസ്റ്ററി വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോണേജ്, പിന്നെ IVC, ഇൻഡസ് വാലി, പിന്നെ ആര്യൻസ് വേദിക് ഏജ്, പിന്നെ മഹാജൻപദാസ്, പിന്നെ ബുദ്ധിസം ആൻഡ് ജൈനിസം, പിന്നെ മയൂര ഏജ്, പിന്നെ പോസ്റ്റ് മയൂര ഏജ്, പിന്നെ ഗുപ്ത ഏജ്, അതുപോലെ പോസ്റ്റ് ഗുപ്ത ടൈം, പിന്നെ നമ്മുടെ അപ്പോൾ അവിടെ ഒരു എൻഡിങ് ആണ്. പിന്നെ അവിടുന്ന് പയ്യെ സ്റ്റാർട്ടാണ് നമ്മുടെ മെഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മളിപ്പം മെഡീവലിൽ നിന്ന് അങ്ങോട്ട് വെച്ചാൽ ഫ്രണ്ടിൽ പോകണമെങ്കിൽ ഏൻഷ്യൻ്റ് വരെ, ഏൻഷ്യൻ ഹിസ്റ്ററിയാണ് നമ്മുടെ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ഹിസ്റ്ററി, നമ്മുടെ ഓൾ ഓവർ വേൾഡിൻ്റെയും ഇന്ത്യയുടെയും. ഓക്കെ, so I will cover in the next video we will talk about the Indus Valley civilization. So bye bye to all.